സിംഗുലാരിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫംഗ്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുക, അതായത് എഫ് ഓഫ് സെഡ് എന്നൊരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. എഫ് ഓഫ് സെഡ് അതൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സിംഗിൾ വാല്യൂഡ് ആയിരിക്കും, അതേപോലെ കണ്ടിന്യൂസ് ആയിരിക്കും, പിന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആവുന്ന തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷനുകൾ എന്ന് വിളിച്ചിരുന്നത്. സോ ഞാനിവിടെ ഒരു റീജിയൻ എടുത്തിട്ടുണ്ട്. ആ റീജിയൻ ഉണ്ടോ? അപ്പോൾ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, എ എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ അവിടെ z ഈക്വൽ ടു എ ഫംഗ്ഷൻ അവിടെ ഡിഫൈൻഡ് അല്ല, ഇസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അതായത് ഡിഫൈൻഡ് അല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ ഫംഗ്ഷന്റെ ഫോം അവിടെ ഒന്നെങ്കിൽ 0/0 ഫോം, അല്ലെങ്കിൽ സംതിങ് ബൈ 0 ഫോം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. ഈ ഒരു ഏതെങ്കിലും മൂന്ന് ഫോമിൽ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും ഫംഗ്ഷൻ അവിടെ നിലനിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then z equal to a is called singular point and f of z has a singularity at z equal to a എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, നോക്കുക. അതായത് z equal to a, ആ a എന്ന പോയിന്റ് നമുക്ക് സിംഗുലർ പോയിന്റ് എന്ന് വിളിക്കാം. അതേപോലെ എഫ് ഓഫ് സെഡിന് സിംഗുലാരിറ്റി ഉണ്ടെന്ന് പറയാം, മറ്റേ z equal to a. അപ്പോൾ അതൊരു ഉദാഹരണം പറയുകയാണ്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z മൈനസ് എ എന്നൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു എ വരുമ്പോൾ, അതായത് സെഡിന്റെ വാല്യൂ ഇവിടെ എ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സെഡിന്റെ വാല്യൂ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1/0 എന്ന ഫോമിലായിരിക്കുമല്ലോ ഇത് കിടക്കുക. അതായത് എഫ് ഓഫ് സെഡിന്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആവും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് സിംഗുലർ പോയിന്റ്സ് തന്നെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റുകളും അതേപോലെ നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റുകളും. ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റുകളുടെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദെയർ ആർ നോ അതർ സിംഗുലർ പോയിന്റ്സ് ഇൻ ദി നൈബർഹുഡ്. അതായത് ഇത്തരം സിംഗുലർ പോയിന്റുകളുടെ നൈബർഹുഡിൽ വേറെ സിംഗുലർ പോയിന്റുകൾ ഉണ്ടാവത്തില്ല. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന തരം സിംഗുലർ പോയിന്റുകളാണ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റുകൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇത്തരം സിംഗുലർ പോയിന്റുകളുടെ നെയ്ബർഹുഡിൽ വേറെയും ഒരുപാട് സിംഗുലർ പോയിന്റുകൾ ഉണ്ടാവും. അതായത് ഒറ്റപ്പെട്ട് നിൽക്കാത്ത തരം സിംഗുലർ പോയിന്റുകളെയാണ് നമ്മൾ നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോട്ട് നോക്കുക. ലെറ്റ് z equal to a is an isolated singular point. അപ്പം a എന്നുള്ളത് ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണെന്നിരിക്കട്ടെ. വി ക്യാൻ ഡിഫൈൻ ദി ഫംഗ്ഷൻ that is z equal to a using a series called Lorentz series. അപ്പോൾ ലോറൻസ് സീരീസ് എന്നൊരു സീരീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? z equal to a ഫംഗ്ഷന്റെ വാല്യൂവിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ആക്ച്വലി എന്താണ് ഈ സിംഗുലർ പോയിന്റുകൾ എന്ന് പറയുന്നത്? ഫംഗ്ഷന്റെ വാല്യൂ ഡിഫൈൻഡ് അല്ലാത്ത തരം പോയിന്റുകളാണ് ഈ സിംഗുലർ പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പം അത്തരം പോയിന്റുകളിൽ ഫംഗ്ഷന്റെ വാല്യൂ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റും ബൈ യൂസിങ് ലോറൻസ് സീരീസ്. ലോറൻസ് സീരീസ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലോറൻസ് സീരീസിന്റെ ഡെഫിനിഷൻ ഇതാണ്. അതായത് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു, അതായത് സെഡ് ഈക്വൽ ടു എ എന്ന ആ ഒരു പോയിന്റിൽ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ equal to 0 to infinity a n z minus a whole power n plus sigma n from 1 to infinity. ഇവിടെ n ന്റെ വാല്യൂ 0 ആണ്, ഇവിടെ n ന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, dn z minus a the whole power minus n. അപ്പോൾ നോക്കുക, ഈ ഒരു സൈഡിൽ മൊത്തം നെഗറ്റീവ് പവറുകളാണ്, ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് പോസിറ്റീവ് പവറുകളാണ് വരുന്നത്. പോസിറ്റീവ് പവറുകൾ വരുന്ന ഈ സൈഡിനെ വിളിക്കുന്നത് അനലിറ്റിക് പാർട്ട് എന്നാണ്. അതേപോലെ നെഗറ്റീവ് പവറുകൾ വരുന്ന ഈ ഒരു പാർട്ടിനെ വിളിക്കുന്നത് പ്രിൻസിപ്പൽ പാർട്ട് എന്നാണ്. ഈ പ്രിൻസിപ്പൽ പാർട്ട് നമുക്ക് ഈ സിംഗുലാരിറ്റീസിന്റെ കാര്യം പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് അറിഞ്ഞിരിക്കണം. ഇനി സിംഗുലാരിറ്റീസ് തന്നെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് എസെൻഷ്യൽ സിംഗുലാരിറ്റി, രണ്ടാമത്തേത് പോൾ ഓഫ് ഓർഡർ, മൂന്നാമത്തേത് റിമൂവബിൾ സിംഗുലാരിറ്റി. അപ്പോൾ ഈ മൂന്ന് തരം സിംഗുലാരിറ്റീസും എന്താണെന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അപ്പോൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. അതായത് പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ അത്തരം സിംഗുലാരിറ്റീസിനാണ് നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് e raised to 1/z എന്ന ഫംഗ്ഷൻ ആണ്. അപ്പോൾ e raised to 1/z നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 + 1/z + 1/z² 2 ഫാക്ടോറിയൽ പ്ലസ് 1/z³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. നോക്കാം, ഇവിടെ 1/z ഇത് നെഗറ്റീവ് പവറാണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് പവറാണ്. അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവറുകൾ ഇവിടെ ഉണ്ട്. സോ ഇത്തരം സിംഗുലാരിറ്റീസ്, അപ്പോൾ z is equal to 0 എന്നുള്ളത് ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ആണ്. സോ ഇത്തരം സിംഗുലർ പോയിന്റുകൾ അല്ലെങ്കിൽ ഇത്തരം സിംഗുലാരിറ്റീസിനാണ് നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. ഹിയർ എഫ് ഓഫ് സെഡ് ഹാവ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആൻഡ് principal part of the Lorentz series of this function contains infinite terms.
അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, നെഗറ്റീവ് പവറുകളുണ്ട്. സോ അതിൻ്റെ അർത്ഥം ഇത്തരം സിംഗുലാരിറ്റീസ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്നുള്ളത് ആണ്. ഇനി അടുത്തത് പോൾ ഓഫ് ഓർഡർ ടൈപ്പ് സിംഗുലാരിറ്റി എന്താണെന്നുള്ളത് നോക്കാം. പോൾ ഓഫ് ടൈപ്പ് സിംഗുലാരിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസുകൾ അടങ്ങിയിട്ടുള്ള തരം അതായത് പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെങ്കിൽ അത്തരം സിംഗുലാരിറ്റീസിനെയാണ് നമ്മൾ പോൾ ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് നെഗറ്റീവ് പവർ ഇൻ ദ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു പോൾ ഓഫ് ഓർഡർ. അപ്പോൾ എന്തുമാത്രം നെഗറ്റീവ് പവറുകൾ ഉണ്ടെന്നുള്ള എണ്ണമാണ് എന്ത് പോൾ ഓഫ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിൽ ഒരു നെഗറ്റീവ് പവർ, അതേപോലെ പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ 2 നെഗറ്റീവ് പവർ, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് മൈനസ് 2 എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിംഗുലർ പോയിന്റ് സെഡ് ഈസ് ഈക്വൽ ടു 1 നോക്കാം. ഇവിടെ സെഡിന്റെ വാല്യൂ എന്താവാം? 1 ആവാം. 1 മൈനസ് 1 0, ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ്. സെഡിന്റെ വാല്യൂ 2 ആവാം. 2 മൈനസ് 2 0. അപ്പോൾ 1 0. സോ 2 മൈനസ് 2 0. സോ സെഡ് ബൈ 0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആവാം. അപ്പോൾ ഇവിടെ നോക്കുക, 2 സിംഗുലർ പോയിന്റുകളാണുള്ളത്. സെഡ് ഇസ് ഈക്വൽ ടു 1 അതേപോലെ സെഡ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ളത്. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ പോൾ ഓഫ് ഓർഡർ 2 ആണ്. കാരണം അവരുടെ പവർ നോക്കുക, സെഡ് മൈനസ് 1ന്റെ അവിടുത്തെ പവർ 2 ആണ്. സോ 2 നെഗറ്റീവ് പവറുകൾ ഓഫ് സെഡ് മൈനസ് 1 അവിടെ ഉണ്ട്. അതായത് ആ ഒരു പർട്ടിക്കുലർ സിംഗുലർ പോയിന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന 2 ടേമുകളാണ് അവിടെ ഉള്ളത്. ദെർഫോർ അതിന്റെ പോൾ ഓഫ് ഓർഡർ 2 ആയിട്ട് വരും. അതേപോലെ സെഡ് മൈനസ് 2 എന്ന സെഡ് ഈസ് ഈക്വൽ ടു 2 എന്ന ആ ഒരു സിംഗുലർ പോയിന്റ് കൺസിഡർ ചെയ്യുക. സോ അവിടെയും പോൾ ഓഫ് ഓർഡർ 1 ആണ്. ഓക്കെ, ഒരൊറ്റ ടേം മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. സോ പോൾ ഓഫ് ഓർഡർ 1 ആണ്. അപ്പോൾ ഇതിനെയാണ് സിമ്പിൾ പോൾ എന്ന് പറയുന്നത്. അതായത് പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിൽ, പോൾ ഓഫ് ഓർഡറിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത്തരം അത്തരം പോളുകളെയാണ് സിമ്പിൾ പോളുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് പോൾ ഓഫ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക പ്രിൻസിപ്പൽ പാർട്ടിൽ. ഇനി അടുത്തത് റിമൂവബിൾ സിംഗുലാരിറ്റിയെ പറ്റിയിട്ട് നോക്കാം. റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുക പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ് ഹിയർ. അതായത് പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല, പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ്. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല, അതായത് നെഗറ്റീവ് പവറുകൾ ഇല്ല. നോ നെഗറ്റീവ് പവേഴ്സ്. നെഗറ്റീവ് പവറുകൾ ഇല്ലാത്ത തരം സിംഗുലാരിറ്റി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ് ആ ഒരു ഫംഗ്ഷന് വരുന്നതെങ്കിൽ അത്തരം സിംഗുലാരിറ്റീസ് ആണ് റിമൂവബിൾ സിംഗുലാരിറ്റീസ്. ദാറ്റ് ഈസ് നോ നെഗറ്റീവ് പവേഴ്സ്. ഓക്കെ, സോ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ് എന്നുള്ളത് അതിനൊരു എക്സാമ്പിൾ ആണ്. കാരണം 1 ബൈ സെഡ് എഴുതിയിട്ട് സൈൻ സെഡിന്റെ എക്സ്പാൻഷൻ എഴുതുക. സൈൻ സെഡിന്റെ നമുക്കൊരു പോളിനോമിയൽ ആയിട്ട് എഴുതാമല്ലോ. സോ അതായത് അതിന്റെ ടൈലർ സീരീസ്, ടൈലറോ മെക്ലറോനോ ഐ എം നോട്ട് ഷുവർ, എന്നാലും ആ ഒരു സീരീസ് എക്സ്പാൻഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ സെഡ് മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്ന് തുടങ്ങുന്ന ആ ഒരു എക്സ്പാൻഷൻ ഇറ്റ് ഗോസ് അപ് ടു ഇൻഫിനിറ്റി. ഈ 1 ബൈ സെഡ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ ഒരു എക്സ്പ്രഷനിൽ നോക്കുക, നെഗറ്റീവ് പവറുകളൊന്നും തന്നെ യാതൊന്നും തന്നെ ഇല്ല. സോ ഇപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്പാൻഷനിൽ അതായത് എക്സ്പാൻഡ് ചെയ്ത് 1 ബൈ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് പവറുകളെല്ലാം വാനിഷ് ആയി. അപ്പോൾ ഇവിടെ ഇനി നെഗറ്റീവ് പവറുകളില്ല, പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല. ദെർഫോർ ഈ ഒരു ടേം അതായത് പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നു. സോ ഇത്തരം സിംഗുലാരിറ്റീസിനെയാണ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കുക. റിമൂവ് ചെയ്യാൻ പറ്റുന്ന സിംഗുലാരിറ്റീസ് ആണ് റിമൂവബിൾ സിംഗുലാരിറ്റി. അപ്പം ഇതൊന്നും ഈ എക്സ്പാൻഡ് ചെയ്യാതെ നമ്മൾ സെഡിന്റെ വാല്യൂ 0 എന്ന് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത് സൈൻ 0 ബൈ 0 എന്നുള്ള ഫോമിൽ വന്നേനെ. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അത് ചെയ്ത് കൊടുക്കരുത്. ഇങ്ങനെയുള്ള സൈൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാവും. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് സൈൻ ഓഫ് 1 ബൈ സെഡ് ആണ്. ഓക്കെ, സൈൻ ഓഫ് 1 ബൈ സെഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിംഗുലർ പോയിന്റ് അതിന്റെ വാല്യൂ എന്താണ്? സൈൻ സെഡിന്റെ വാല്യൂ 0 എന്നുള്ളതാണ് ഇവിടുത്തെ സിംഗുലർ പോയിന്റ്. അപ്പോൾ സൈൻ 1 ബൈ സെഡിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 1 ബൈ സെഡ് മൈനസ് 1 ബൈ സെഡ് ക്യൂബ് ഇൻറ്റു 3 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ സെഡ് പവർ 5 ഇൻറ്റു 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്നിങ്ങനെ അത് പോവും. അപ്പോൾ ഇതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവറുകളുണ്ട്. ദെർഫോർ സെഡ് ഈക്വൽ ടു 0 ഈസ് ആൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി. അതായത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവറുകളാണല്ലോ ഇവിടെ ഉള്ളത്. ഇത് അന്തമില്ലാതെ അങ്ങ് നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. സിംഗുലർ പോയിന്റ് സെഡ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏത് ആണ് ആ ഒരു സിംഗുലർ പോയിന്റ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആ സിംഗുലർ പോയിന്റ് റിമൂവബിൾ ആണോ, എസെൻഷ്യൽ ആണോ, പോൾ ഓഫ് ഓർഡർ ആണോ എന്നുള്ളത് കൂടി കണ്ടുപിടിക്കുന്നു. ഇനി അടുത്ത വേറൊരു പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 1 ബൈ സെഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, സെഡിന്റെ വാല്യൂ 0 എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആവും. ദെർഫോർ സിംഗുലർ പോയിന്റ് സെഡ് ഈസ് ഈക്വൽ ടു 0 ആണ് ഇവിടെ വരിക.
നൗ വി ഷുഡ് ഫൈൻഡ് ദി നേച്ചർ ഓഫ് സിംഗുലർ പോയിന്റ്. അതായത് സിംഗുലർ പോയിന്റ് കണ്ടുപിടിച്ചു, ഇനി ഇത് ഏത് തരം സിംഗുലർ പോയിന്റ് ആണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. അതായത് എസെൻഷ്യൽ ആണോ, ഫോൾ ഓഫ് ഓർഡർ ആണോ, അതോ റിമൂവബിൾ ആണോ എന്നുള്ളത് ഇനി നമുക്ക് തീരുമാനിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത സെയിം രീതി, അതായത് 1/z² ഡിനോമിനേറ്റർ ആയിരുന്നല്ലോ, അതിനെ കോമൺ ആയിട്ട്, അതായത് വെളിയിൽ എഴുതിയിട്ട് പിന്നെ ആ സൈൻ 1/z സൈൻ 1/z ആയിരുന്നു, ഏതായിരുന്നു ഫംഗ്ഷൻ, e⁻1/z. ഓക്കെ, e⁻1/z. അപ്പം ഇത് എന്നുള്ളത് e⁻1/z എക്സ്പാൻഷൻ ആണ്. e⁻1/z എക്സ്പാൻഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ 1/z² കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു എക്സ്പ്രഷൻ ആണിത്. ഇവിടെ എല്ലായിടത്തും നെഗറ്റീവ് ടേമുകളുണ്ട് അല്ലേ, നെഗറ്റീവ് ടേംസ് ഉണ്ട്. അതായത് ഇതിന് മുകളിലോട്ട് പോകുമ്പോൾ z⁻5 എന്ന് വരും. അതാണ് ഈ നെഗറ്റീവ് ടേമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെയും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ് ഉണ്ട്. ദെയർഫോർ ഇതും എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്, നമുക്ക് ഇതിവിടെ മാറ്റാൻ പറ്റത്തില്ല. ഇനി അടുത്തത് തേർഡ് പ്രോബ്ലം എന്താണെന്ന് തേർഡ് പ്രോബ്ലം. അപ്പോൾ f(z) is equal to e⁻z⁻a/z⁻a the whole square. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. അപ്പം നോക്കുക, z-a ഉള്ളത് എന്ന വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആവും. അങ്ങനെയാണെങ്കിൽ z-ന്റെ വാല്യൂ a ആണ്. അപ്പോൾ z is equal to a എന്നുള്ളതാണ് ഇത് സിംഗുലർ പോയിന്റ്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, കാരണം ഇവിടെ ആര് വന്നിട്ടുണ്ട്, e⁻z⁻a വന്നിട്ടുണ്ട്. സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ഈ 1/z⁻a the whole square വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം e⁻z⁻യുടെ എക്സ്പാൻഷൻ 1/z-a the whole square into 1 + z-a 1 + z-a into z-a the whole square by 2 factorial. ഇത് എന്താണ്, e⁻z⁻യുടെ എക്സ്പാൻഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ z-a കൊണ്ട് ഉള്ളിൽ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ഓരോ ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക 1/z-a the whole square plus 1/z-a into plus 1/2 factorial plus etc. അപ്പം ഇതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന കംപ്ലീറ്റ് ടേമും പോസിറ്റീവ് പവറുകളായിരിക്കും വരിക. അപ്പോൾ ഇവിടെ രണ്ട് ടേമുകൾ, ഈ രണ്ട് ടേമിനും മാത്രമേ എന്തുള്ളൂ, നെഗറ്റീവായിട്ട് വരുന്നുള്ളൂ, നെഗറ്റീവ് പവറുകളായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ. ദെർഫോർ ഇത് ഏത് തരം സിംഗുലാരിറ്റി ആണ്, ഇത് റിമൂവബിൾ പോൾ ഓഫ് ഓർഡർ ആണ്. അപ്പോൾ ഇവിടെ പോൾ ഓഫ് ഓർഡറിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ പോൾ ഓഫ് ഓർഡർ a എന്നുള്ളതാണ് ഒരു സിംഗുലാരിറ്റി. അപ്പോൾ അതിന്റെ പവർ രണ്ടാണ് വന്നിരിക്കുന്നത്. ദെർഫോർ പോൾ ഓഫ് ഓർഡർ 2. അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ തന്നെ അവിടെയും പോൾ ഓഫ് ഓർഡറിന്റെ വാല്യൂ z-a the whole square എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അടുത്തത് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തെ പ്രോബ്ലം f(z) is equal to 1/1 - e⁻z. രണ്ടാമത്തേത് f(z) is equal to z² cos 1/z. മൂന്നാമത്തേത് f(z) is equal to cot z/z. f(z) is equal to z- sin z/z². ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. അതായത് ഇപ്പോൾ സൈൻ സെഡും അതേപോലെ ഇതൊക്കെ വരുന്നതൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോട്ട് സെഡിൻ്റെയൊക്കെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്താണെന്നുള്ളത് ഒന്നുകിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുക, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്ത് ആദ്യം ഇതിൻ്റെ സിംഗുലർ പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നേച്ചർ ഓഫ് സിംഗുലർ പോയിന്റ്, ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഏതൊക്കെയാണ് സിംഗുലർ പോയിന്റുകളെന്നും അതിന്റെ നേച്ചർ ഏതാണെന്നുള്ളതും. അതായത് നേച്ചർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസെൻഷ്യൽ ആണോ, പോൾ ഓഫ് ഓർഡർ ആണോ, അതോ റിമൂവബിൾ ആണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഹോംവർക്ക് ചെയ്യുക നിങ്ങൾ.